ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു പഞ്ഞിയപ്പമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പമൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്താൽ മതിയാകും. ഇതൊരു 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു 3 മണിക്കൂറാണ് ഞാനിത് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ കുതിർന്നൊന്ന് നോക്കി നോക്കാം. അരിയും ഉഴുന്നുമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതേ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഉഴുന്ന് ഈ പച്ചരിയിലേക്ക് ചേർത്ത് നമ്മൾ കുതിരാൻ വെച്ചതുകൊണ്ടാണ് ആ വെള്ളത്തിൽ അരച്ചെടുക്കുന്നത്. ഉഴുന്ന് വേറെയാണ് നിങ്ങൾ 2 ടേബിൾ സ്പൂൺ വേറെ വെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ ആ വെള്ളം ചേർത്താൽ മതിയാകും. ഇപ്പം ഞാനൊരു 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഈ മിക്സിയുടെ ജാറിൽ ഒറ്റ പ്രാവശ്യമായിട്ട് കൊള്ളില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഈ കുതിരാൻ വെച്ചിട്ടുള്ള ഈ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു പകുതി വെള്ളം ഒഴിച്ചാൽ മതി, ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം പോലെ ലൂസിൽ അരച്ചെടുക്കരുത്. കണ്ടോ, ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇതിലെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ബാക്കിയുള്ള അരി ഉഴുന്നും കൂടി ഇതേപോലെ അരച്ചെടുക്കാം. ചെറിയൊരു തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഫൈൻ പേസ്റ്റായിട്ട് അരയണമെന്നൊന്നുമില്ല. ചെറിയൊരു തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരി എടുത്തപ്പോൾ 1 കപ്പ് ചോറ്, ആ ഒരു രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ രാത്രി അരച്ച് വെച്ച് രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ അരി കുതിർത്തിട്ട് ബാക്കിയുള്ള വെള്ളം അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവിൻ്റെ ആ ഒരു പരുവം ഇങ്ങനെയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാവിൻ്റെ പരുവം ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിങ്ങനെ അരച്ച് വെക്കുന്ന മാവ് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് പൊങ്ങി വന്നതിന് ശേഷം ഒരുപാട് ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. സാധാരണ നമ്മൾ വെള്ളയപ്പമൊക്കെ തയ്യാറാക്കുമ്പോൾ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു മാവിന് ആവശ്യമായിട്ട് വരുന്നത്. ഒരു ഇഡ്ഡലി ദോശ മാവിനേലെ ഒരല്പം കൂടി ലൂസായിരിക്കണം. ഇനി നമുക്കിത് പൊങ്ങാൻ വേണ്ടി അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അതെനിക്കൊരു 5 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, പൊങ്ങി പോകാനായി വന്നിട്ടുണ്ട്. അത്രയും നല്ല സ്മൂത്തായിട്ടുള്ള ഒരു അടിപൊളി മാവാണ്. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് ഇതിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇനി ഞാൻ ഇതേപോലെ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ചെറിയ ബൗളില്ലേ, ആ ബൗളിലാണിത് റെഡിയാക്കി എടുക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം ഇതേപോലെ ബൗളുണ്ടെങ്കിൽ ആ ബൗളിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ആക്കി കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് മാവ് ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇതേപോലെ ബൗളിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് ഇഡ്ഡലി തട്ടിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു ബാറ്റർ കൊണ്ട് തന്നെ നമുക്ക് 2 സൈസ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി വരും. അപ്പോൾ ഇതേ മാവ് കൊണ്ട് തന്നെ ഞാനൊരു വെള്ളയപ്പം കൂടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചട്ടി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിലുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. നല്ല സ്മൂത്തി ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പമാണ് കേട്ടോ ഇത് രണ്ടും. അതെ, ഒരെണ്ണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇപ്പോൾ തേങ്ങയൊന്നും അരക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി വെള്ളയപ്പവും ഇതേ മാവ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്നും കൂടെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, അതിൽ ചട്ടിയുടെ ചൂടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വെള്ളയപ്പം തയ്യാറാക്കാൻ. ചട്ടിക്ക് ചെറിയൊരു ചൂടുണ്ടായാൽ മതിയാകും. അപ്പോൾ അതാ ഞാനൊന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. അത് രണ്ടാമത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഞാനൊരു 4 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളയപ്പമാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഒരേ മാവ് കൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മളിവിടെ ഒഴിച്ചിട്ടുള്ള നമ്മുടെ ആ ബൗളിൽ ഒഴിച്ചിട്ടുള്ള പഞ്ഞിയപ്പവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 2 പ്രാവശ്യമായിട്ട് ഒരു 5 എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിടിയിച്ചെടുക്കാം. ആദ്യം ഉണ്ടാക്കിയ 2 എണ്ണവും പിന്നെ ഞാൻ 3 എണ്ണം കൂടി ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നു. ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതേപോലെ സ്പാച്ചിലയോ കൊണ്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോരും. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ വെള്ളയപ്പവും പഞ്ഞിയപ്പവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് വിടിയിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് അറിയിക്കാൻ മറക്കരുത്. നല്ല സ്മൂത്തായിട്ടുള്ള, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഓളെന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.